UDFിന്റെ പരാതിക്ക് പിന്നാലെ രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക മാറ്റിവെച്ചു. അവസാനം പരിഗണിക്കാമെന്ന് റിട്ടേണിംഗ് ഓഫീസർ സത്യവാങ്മൂലത്തിൽ ആസ്തി വിവരങ്ങൾ രാജീവ് ചന്ദ്രശേഖർ മറച്ചുവെച്ചുവെന്നാണ് പരാതി. അർജുൻ രാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, രാജീവ് ചന്ദ്രശേഖറിന്റെ ബംഗളൂരുവിലെ വസതിയുടെ വിവരങ്ങളൊന്നും ഈ ഒരു നാമനിർദ്ദേശ പത്രികയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു പരാതിയായി ഉയർന്നത്. അതിലിപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി? സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ UDFിന്റെ പരാതിയിൽ കുറച്ചുകൂടി സൂക്ഷ്മ പരിശോധന വേണം എന്നുള്ളതാണ് ഓഫീസർ എടുത്ത നിലപാട്. അതുകൊണ്ട് മറ്റ് നാമനിർദ്ദേശ പത്രികകൾ പരിശോധിച്ച ശേഷം ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ സൂക്ഷ്മ പരിശോധന നടത്താമെന്നുള്ളതാണ് റിട്ടേണിംഗ് ഓഫീസർ എടുത്ത നിലപാട്. UDF ആണ് ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള പരാതി ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വീട് നിലനിൽക്കുന്നത് ബംഗളൂരുവിലാണ്. ആസ്തിയിൽ പക്ഷേ ഈ ബംഗളൂരുവിലെ വീടിന്റെ വിശദാംശങ്ങൾ മറച്ചുവെച്ചു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ടുള്ള ആരോപണം. 1.7 ഏക്കറിലുള്ള വസതി, അതിന് 200 കോടി രൂപ വില വരും. പക്ഷേ ആ വിശദാംശങ്ങൾ സത്യവാങ്മൂലത്തിൽ ഇല്ല എന്നുള്ളതാണ് UDF ആരോപിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിൽ മാർച്ച് 17-ന് ഈ വസ്തുവിന് നികുതി അടച്ചിട്ടുണ്ടെന്നും അതിന്റെ രേഖകളും അടക്കം ഇന്നലെ കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. അതാണ് ഇപ്പോൾ ഒരു പരാതിയായി റിട്ടേണിംഗ് ഓഫീസറുടെ മുൻപാകെയും വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി എന്ന നിലയ്ക്ക് സൂക്ഷ്മ പരിശോധന ഏറ്റവും ഒടുവിൽ നടത്താമെന്നാണ് റിട്ടേണിംഗ് ഓഫീസർ എടുത്ത നിലപാട്. ഇതിൽ ഒരു കടുത്ത നടപടിയോ അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കുന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ലെങ്കിൽ കൂടിയും ഇത് സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ കേസിനൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചു കാലം ഇത് ഒരു കേസായിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ലാതെ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധർ അറിയിക്കുന്നത്. ശരി.